ആദ്യ പകുതി പിന്നിടാൻ ഇനി ഏതാനും മിനിറ്റുകളാണ് ശേഷിക്കുന്നത്. മയാമി സ്റ്റേഡിയത്തിലാകെ വൈക്കിൻസ് വൈബാണ്. ഒറ്റ ഗോളിൻ്റെ ലീഡിൽ ആത്മവിശ്വാസത്തോടെ ആദ്യ പകുതിയിൽ കളം വിടാമെന്നായിരുന്നു ഹാളണ്ടും സംഘവും സ്വപ്നം കണ്ടത്. പെട്ടെന്ന് ചാട്ടുളി പോലെ നോർവീജിയൻ പ്രതിരോധത്തിലേക്ക് ഒരു മിന്നൽ പിണർ. ഇംഗ്ലീഷ് മിഡ്ഫീൽഡർ ആന്റണി ഗോർഡന്റെ പാസ് കൃത്യം ജൂഡ് ബെല്ലിംഗാമിലേക്ക്. പ്രതിരോധവും കടന്ന് നോർവീജിയൻ ഗോൾ കീപ്പർ ഒറൈൻ ഐലാൻഡിനെ കബളിപ്പിച്ച് വലയിലേക്ക്. ജൂഡിന് മുന്നിൽ അടിതെറ്റിയ നോർവേ നിസ്സഹായരായ കാഴ്ച. വൈക്കിൻസ് വൈബെല്ലാം അവിടെ നിലച്ചു. ഒന്നാം പാതിയിലെ ഗോൾ ഇംഗ്ലീഷുകാരുടെ സമ്മർദ്ദത്തെ ഇല്ലാതാക്കി. ആ നിമിഷത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചത് ഒരാളാണ്, ജൂഡ് ബെല്ലിംഗാം. റയൽ മഡ്രിഡിന്റെ വിശ്വസ്തനായ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ഇംഗ്ലീഷ് ആക്രമണ നിരയിൽ ഹാരി കെയ്ന്റെ കൂട്ടാളി. സമ്മർദ്ദത്തിന്റെ പര്യായമാണ് പക്ഷേ ജൂഡ് ബെല്ലിംഗാം. ഗ്രൗണ്ടിൽ റഫറിയോടും കളിക്കാരോടും ക്ഷുഭിതനാകുന്ന പ്രകൃതമുണ്ട് അയാൾക്ക്. വികാരങ്ങളെ നിയന്ത്രിക്കാൻ പാടുപെടുന്ന മനുഷ്യനാണ്. വാക്കുകൾ കൈവിട്ട് പൊല്ലാപ്പിലാകുന്ന ഇംഗ്ലീഷുകാരൻ. കോങ്കോക്കെതിരായ മത്സരത്തിൽ 19-ാം മിനിറ്റിൽ നഥാനിയൽ ലെംബുക്കുവിനെതിരെ ഫൗൾ നടത്തിയതിന് ജൂഡിന് റഫറി മഞ്ഞക്കാർഡ് കൊടുത്തിരുന്നു. 7-ാം മിനിറ്റിൽ ആദ്യ ഗോൾ അടിച്ച കോങ്കോ ഉണ്ടാക്കിയ സമ്മർദ്ദത്തിന് പിന്നാലെയാണ് ജൂഡ് ഫൗൾ നടത്തിയതും മഞ്ഞക്കാർഡ് വഴങ്ങിയതും. പക്ഷേ മത്സരശേഷം അമ്മ മകനെ കാര്യമായി ഉപദേശിച്ചു. ഹേ ജൂഡ്, മൈതാനത്ത് കരുതി കളിക്കണം, വാക്കുകൾ സൂക്ഷിക്കണം, ടാക്കിളുകൾ ശ്രദ്ധിക്കണം, വികാരങ്ങളെ നിയന്ത്രിക്കണം, കളിക്കളത്തിൽ പക്വതയോടെ പെരുമാറണം. പ്രായം 23 മാത്രം പിന്നിട്ട ഇംഗ്ലണ്ടിൻ്റെ സ്വപ്നഭാരം അത്രയും ശിരസാവഹിച്ച പയ്യന് ഒരമ്മയ്ക്ക് നൽകാവുന്ന ഏറ്റവും മികച്ച ഉപദേശം. കോങ്കോക്കെതിരെ മഞ്ഞക്കാർഡ് കണ്ടതിന് പിന്നാലെയാണ് പ്രിയപ്പെട്ട പുത്രന് അമ്മ തണലൊരുക്കിയത്. ജൂഡിന് അടുത്ത മത്സരം നഷ്ടപ്പെടുത്തരുതെന്ന് ആ അമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഫുട്ബോളിലെ സുവർണ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിനെ കിരീടത്തിലേക്ക് നയിക്കാൻ ജൂഡ് ആ സംഘത്തിൽ അത്യാവശ്യമാണെന്ന് ആ അമ്മയ്ക്ക് അറിയാമായിരുന്നു. ആരാണ് ഇംഗ്ലീഷുകാർക്ക് ജൂഡ്, അഥവാ ഗോൾ ബെൽ മുഴക്കുന്ന ജൂഡ് ബെല്ലിംഗാം? സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലേക്ക് കുടിയേറിയെത്തിയവരാണ് ജൂഡിൻ്റെ മാതാപിതാക്കൾ. അച്ഛൻ ഐറിഷ് വംശജനാണ്, അമ്മ ആഫ്രിക്കൻ പാരമ്പര്യത്തിൽ നിന്ന് എത്തിയവരും. ജമൈക്കയിൽ നിന്ന് കുടിയേറിയെത്തിയ വനിത. അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധങ്ങളുടെ വേരുകൾ അമേരിക്കയിലും അയർലൻഡിലുമുള്ളതിനാൽ ആ രാജ്യങ്ങൾക്ക് വേണ്ടിയും കളിക്കാമായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്നീ കാണുന്ന ജൂഡ് ബെല്ലിംഗാമിനെ കാണാനാകുമോ എന്നതിൽ സംശയമുണ്ട്. ആ നിർണായക തീരുമാനമെടുത്തത് അമ്മ ഡെനിസ് ബെല്ലിംഗാമും അച്ഛൻ മാർക്ക് ബെല്ലിംഗാമുമാണ്. അതൊരു ചരിത്ര താളുമായിരുന്നു. ജൂഡ് ബെല്ലിംഗാമിൻ്റെ ഒരു ജേഴ്സി നമ്പർ ഇക്കാലത്തിനിടെ വിരമിച്ചിട്ടുണ്ട്. ഒരു ക്ലബ്ബ് ഒരു താരത്തിൻ്റെ ജേഴ്സി നമ്പർ പിൻവലിക്കുന്നത് സാധാരണയായി പതിറ്റാണ്ടുകളോളം സേവനം ചെയ്ത ഇതിഹാസങ്ങൾക്കായിരിക്കും. പക്ഷേ വെറും 17-ാം വയസ്സിൽ ഒരു സീസൺ മാത്രം സീനിയർ ടീമിനായി കളിച്ച ഒരു യുവാവിൻ്റെ 22-ാം നമ്പർ ജേഴ്സി ഒരു ക്ലബ്ബ് ശാശ്വതമായി മാറ്റിവെച്ചിട്ടുണ്ട്. ആ യുവാവിൻ്റെ പേര് ജൂഡ് വിക്ടർ വില്യം ബെല്ലിംഗാം. സ്വന്തം വീട്ടുമുറ്റത്താണ് ബെല്ലിംഗാം കരിയറിന് തുടക്കമിട്ടത്. പോലീസ് ഓഫീസറായിരുന്ന അച്ഛൻ മാർക്ക് ബെല്ലിംഗാം ഇംഗ്ലണ്ടിലെ നോൺ ലീഗ് ഫുട്ബോളിൽ 100 കണക്കിന് ഗോളുകൾ നേടിയ ഗോൾ വേട്ടക്കാരനായിരുന്നു. മകൻ കഴിവുള്ളവനാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞതും അച്ഛനാണ്. 7-ാം വയസ്സിൽ ബർമിംഗാം സിറ്റി അക്കാദമിയിൽ ചേർന്ന ജൂഡ് ഓരോ പ്രായവിഭാഗവും മറികടന്നത് അസാധാരണമായ വേഗത്തിലായിരുന്നു. പരിശീലകരിൽ പലരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഈ കുട്ടി തൻ്റെ പ്രായത്തേക്കാൾ മുമ്പ് കളിയുടെ അടവുകൾ മനസ്സിലാക്കുമെന്ന്. 2019 ഓഗസ്റ്റ് 6, വെറും 16 വയസ്സും 38 ദിവസവും മാത്രം പ്രായമുള്ളപ്പോൾ ജൂഡ് ബർമിംഗാം സിറ്റിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സീനിയർ താരമായി അരങ്ങേറ്റം കുറിച്ചു. ഏതാനും ആഴ്ചകൾക്കകം ക്ലബിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോററുമായി ആ താരം. ആ സീസണിൽ 44 മത്സരങ്ങളിൽ പങ്കെടുത്ത അദ്ദേഹം നേടിയത് 4 ഗോളുകൾ. കണക്കുകൾ ജൂഡിന് മുന്നിൽ അത്ര വലുതായിരുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വാധീനം കണക്കുകൾക്കപ്പുറമായിരുന്നു. 2020 യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകൾ അദ്ദേഹത്തെ തേടിയെത്തി. കൂടുതൽ പണം വാഗ്ദാനം ചെയ്തവരുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. എന്നാൽ ജൂഡ് തിരഞ്ഞെടുത്തത് കളിക്കാനുള്ള അവസരമായിരുന്നു. ഒടുവിൽ ജൂഡ് പറന്നത് ജർമ്മനിയിലേക്ക്, അഥവാ ബൊറൂസിയ ഡോർട്ട്മുണ്ട് എന്ന വിഖ്യാത സംഘത്തിലേക്ക്. ആദ്യ മത്സരത്തിൽ തന്നെ ക്ലബിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോററായി ജൂഡ് ബെല്ലിംഗാം തൻ്റെ സാന്നിധ്യത്തെ അടയാളപ്പെടുത്തി. 3 സീസണുകൾക്കിടെ അദ്ദേഹം ജർമ്മനിയിലെ മികച്ച മധ്യനിര താരമായി പേരെടുത്തു. 2022-23 സീസണിൽ ബുണ്ടസ്ലീഗയുടെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ജൂഡ് ബെല്ലിംഗാം പിന്നീട് യൂറോപ്പിലെ മികച്ച യുവതാരത്തിനുള്ള ഗോൾഡൻ ബോയ്, കോപ്പ ട്രോഫി പുരസ്കാരങ്ങൾ നേടി ഷെൽഫ് നിറച്ചു തുടങ്ങി. അതിനിടെയാണ് ബർമിംഗാം സിറ്റിയിൽ നിന്ന് ഒരു അപൂർവ പ്രഖ്യാപനം ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചത്.
തങ്ങളുടെ 22-ാം നമ്പർ ജേഴ്സി വിരമിക്കുന്നു. ബർമിംഗാമിൽ ജൂഡ് കുറിച്ച ചരിത്ര നേട്ടങ്ങൾക്ക് ക്ലബിൻ്റെ ആദരമായിരുന്നു അത്. ഫുട്ബോൾ ലോകത്തെ ഭാവി വസന്തം പൂക്കുമെന്ന് അവർ മുൻകൂട്ടി കണ്ടിരുന്നു. തങ്ങൾ വളർത്തിയെടുത്ത താരത്തെ ഓർക്കാനും വരും തലമുറയെ പ്രചോദിപ്പിക്കാനുമായിരുന്നു ഈ നിർണായക തീരുമാനം. ബൊറൂസിയയിൽ നിന്ന് 3 വർഷം പിന്നിട്ടപ്പോഴേക്ക് സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് അദ്ദേഹത്തെ സ്വന്തമാക്കി. അതൊരു നിമിത്തമായിരുന്നു. ഓരോ മത്സരവും പോരാട്ടം കണക്കെ ജൂഡ് മിന്നിത്തിളങ്ങി. സമ്മർദ്ദത്തിന് അടിമപ്പെടാതെ അദ്ദേഹം ഓരോ മത്സരത്തിലും കൂടുതൽ ശക്തനായി. സ്പെയിനിൽ അദ്ദേഹം കരുത്തുകാട്ടി. ഇതിനകം ഇംഗ്ലണ്ടിൻ്റെ ഹൃദയമിടിപ്പായി. ലോകകപ്പിൽ അതിൻ്റെ ഫലമാണ് കാണുന്നതും. പ്രതിസന്ധി ഘട്ടത്തിൽ ഇംഗ്ലണ്ടിനെ അവതരിക്കാൻ പാകത്തിൽ അയാൾ മികവെടുത്തു കഴിഞ്ഞു. മധ്യനിരയിൽ നിന്ന് മുന്നേറ്റത്തിലേക്ക് പന്തെത്തിക്കാനും വേണ്ടിവന്നാൽ ഹാരി കെയ്ന് കൂട്ടാകാനും അയാൾ ഏറെ വളർന്നു. ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ നോർവെക്കെതിരെ ഇംഗ്ലണ്ട് പ്രതിസന്ധിയിലായപ്പോൾ വീണ്ടും മുന്നിൽ നിന്നത് ജൂഡായിരുന്നു. ആദ്യം സമനില ഗോൾ കണ്ടെത്തി 3 ലയൺസിന് ആശ്വാസം പകർന്നു. പിന്നെ അധിക സമയത്ത് വിജയ ഗോളടിച്ച് ആവേശവും ആഘോഷവും നിറച്ചു. ഇംഗ്ലണ്ടിനെ സെമി ഫൈനലിലേക്ക് നയിച്ച 2 ഗോളുകളും പേരിലാക്കിയാണ് ജൂഡ് കളം വിട്ടത്. ഇത് 4ാം തവണയാണ് ഇംഗ്ലീഷുകാർ സെമി ഫൈനലിൽ എന്ന കടമ്പയിലെത്തുന്നത്. 1966 അവർ ജേതാക്കളായിരുന്നു. 1990-ലും 2018-ലും 4ാം സ്ഥാനക്കാരായാണ് ഇംഗ്ലണ്ട് മടങ്ങിയത്. ഇപ്പോഴിതാ ഇംഗ്ലണ്ട് ആദ്യ ലോകകപ്പ് നേടി 60 വർഷത്തിന് ശേഷം വീണ്ടും അവസാന 4-ലെത്തിയിരിക്കുകയാണ്. ഖത്തർ ലോകകപ്പിലൂടെയാണ് ജൂഡ് ബെല്ലിംഗാമിൻ്റെ വേൾഡ് കപ്പ് അരങ്ങേറ്റം. ഇറാനെതിരെയുള്ള ആദ്യ മത്സരത്തിൽ ഗോൾ നേടിയത് ഇന്നും ചരിത്ര പുസ്തകത്തിലുണ്ട്. 21-ാം നൂറ്റാണ്ടിൽ ജനിച്ച് ലോകകപ്പിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡാണ് അദ്ദേഹം പേരിലാക്കിയത്. അന്ന് ക്വാർട്ടറിൽ ഫ്രാൻസിനോട് തോൽക്കുന്നതുവരെ ഇംഗ്ലീഷ് പടക്കപ്പലിൻ്റെ നാവികനായി അയാളും കൂടെയൊഴുകി. എവിടെയാണ് എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നതാണ് ജൂഡ് ബെല്ലിംഗാം നൽകുന്ന പാഠം. വലിയ വേദികളിൽ എങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്നും അയാൾ കാണിച്ചു തരുന്നു. പ്രായമോ ജേഴ്സി നമ്പറോ അല്ല, പരിശ്രമമാണ് വിജയത്തിൻ്റെ നിദാനമെന്ന് ജൂഡിൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാം. ഓരോ മത്സരവും അവസാനത്തേതല്ല, അവസാനിക്കാത്ത യാത്രയാണ് ഫുട്ബോൾ എന്നത് ജൂഡ് ഗ്രൗണ്ടിൽ കാണിച്ചു തരും. ഇംഗ്ലീഷുകാരെ ഇക്കുറി കിരീടം സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയാണ് ജൂഡ് ബെല്ലിംഗാം. അത് സാധ്യമാകുമോ എന്ന് കണ്ടറിയാം. കാരണം മുന്നിൽ അർജന്റീനയാണ്.